പാറു കോളേജിൽ ചെന്നപ്പോ ആദ്യ കാര്യമായി ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അടുത്ത് തന്നെ തല ചൊറിഞ്ഞുകൊണ്ട് അച്ചുവുണ്ട്. ഏയ്, നീ വന്നോ? ഇപ്പോഴാ സമാധാനായത്. എന്താടാ, എന്തെങ്കിലും പ്രശ്നം? പ്രശ്നം ഈ പന്നിയാണ്, കണ്ടില്ലേ ഫോണിൽ തോണ്ടിയിരിക്കുന്നു കൊരങ്ങൻ. ഇവൻ എന്താ? നീ അവന്റെ ഫോണൊന്ന് നോക്കിയേ. പാറു ആദിയുടെ അടുത്തെത്തി അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. പാറു, അത് താ. ഇല്ല, ഞാനൊന്ന് നോക്കട്ടെ. നിന്നോട് തരാനാ പറഞ്ഞേ. നീ പോടാ വടിവേലു, ഇത് നോക്കിയിട്ടല്ലാതെ ഞാൻ തരില്ല. പാറു അവന്റെ ഫോൺ നോക്കി. യൂട്യൂബ് ആണല്ലേ, ഇതിനകത്ത് ഇവൻ എന്താ എന്നും ചിന്തിച്ചുകൊണ്ട് ആദ്യം ഒന്ന് നോക്കി. ആദ്യം നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. അവന്റെ ഇളി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പാറു നോക്കി. ഉപ്പുമുളക് എപ്പിസോഡായിരുന്നു. അതിന് അച്ചു എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കമന്റ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ജൂഹി എന്ന വ്യക്തിയല്ല, ലച്ചു എന്ന കഥാപാത്രത്തെയാണ് സ്നേഹിച്ചത്. പ്ലീസ് കം ബാക്ക് ലച്ചു എന്നായിരുന്നു കമന്റ്. കമന്റ് ഇട്ട ആളുടെ പേര് നോക്കിയപ്പോ ആദിത്യനാദി. പാറു അവനെ ഒന്ന് അടിമുടി നോക്കി. എന്തോ നടേ, അവന്റെ അടുത്ത് അവനോട് ചോദിച്ചു. അത് പിന്നെ എന്റെ പാറു, നീ കേൾക്കണം. അവൾ ഉപ്പും മുളകും വിട്ടു പോയിട്ട് എത്ര ദിവസമായി. ഈ പന്നി എന്നും കമന്റ് ഇടും. എന്താടാ മണ്ട, നിനക്കൊന്നും അറിയില്ല. അവളെ എന്റെ ചങ്കിലാണ് ഞാൻ കൊണ്ടു നടന്നത്. ഇത് ഏതു തരം കോഴി എന്നൊരു ഭാവമായിട്ട് പാറു അച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അത് മനസ്സിലായ പോലെ അവള് കൈമലർത്തി കാണിച്ചു. ഇങ്ങോട്ട് വാടാ കാട്ടുകോഴി. അവന്റെ കോളറിലും പിടിച്ച് വലിച്ചുകൊണ്ട് പാറു നടന്നു. പുറകെ അച്ചു. അബിക്ക് വേണ്ടി മിഷൻ അർച്ചന പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യം വലിച്ചുകൊണ്ട് പോകുന്ന പാറുവിനെ ശിവയുടെ കണ്ണിലുടക്കിയത്. ആ പെണ്ണാ ചെക്കനെ ഒന്ന് കൊല്ലും മിക്കവാറും. പെട്ടെന്ന് പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ശിവയെ കണ്ട് കൂട്ടുകാരെല്ലാം വായും പൊളിച്ചു നിന്നു. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? നീ എന്തൊക്കെയാടാ നന്ദു പറയുന്നേ? നീ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. തെന്നി മാറിയിട്ടൊന്നുമില്ല, നിങ്ങളങ്ങോട്ട് നോക്കി, മുറ്റത്തൊരു മൈന. ശിവ പറഞ്ഞത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി അവർ കണ്ടത് ആദ്യം വലിച്ചുകൊണ്ടു പോകുന്ന പാറുവിനെ പിറകെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന അച്ചുവിനെയാണ്. അച്ചുവിനെ കണ്ട അബിയുടെ കാര്യം പറയാനുണ്ടോ? കണ്ണൊക്കെ വിടർന്ന് വായും പൊളിച്ചു നിൽക്കുന്നു. അബിയുടെ അനക്കമൊന്നും കാണാത്തതുകൊണ്ട് ശ്വേത നോക്കിയപ്പോ വായും തുറന്നു നിൽക്കുന്ന അബിയാണ് കണ്ടത്. അവന്റെ കണ്ണുകൾ അച്ചുവിൽ തന്നെയായിരുന്നു. ശ്വേത അവന്റെ തലക്കിട്ട ഒരു കൊട്ടു കൊടുത്തപ്പോഴാണ് ചെക്കന്റെ ബോധം വന്നത്. എന്തോ നടി ജൂലേ? തലയെ തിരുമ്മിക്കൊണ്ടവൻ ചോദിച്ചു. നിനക്കുള്ളത് തന്നെയാടാ നാറി, പയ്യെ അതിന്റെ ചോര വിട്ടു. അവനെ കളിയാക്കിക്കൊണ്ട് അവളത് പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു. എന്റെ കണ്ണ് എന്റെ പെണ്ണ്, ഞാൻ നോക്കും, നീ പോടി പിശാചേ. ചെക്കൻ പുച്ഛിച്ചു വിട്ടു. അല്ല പിന്നെ, ഇതൊക്കെ എത്ര കേട്ടത്. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ തലയെ കയറിയിരുന്ന് DJ കളിക്കുക വന്നി. അബി, നീ പറയുന്നില്ലേ അവളോട്? പറയണം. എന്നാ വൈകേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിക്കാം. അവളുടെ ഉത്സാഹം കണ്ടാ തോന്നും എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ശ്രീപാർവതിയെ കുപ്പിയാക്കാനല്ലേ? പ്രിയ ഒന്ന് ഇളിച്ചു കാണിച്ചു. അപ്പോഴേക്കും അച്ചു വിളിച്ചത് കൊണ്ട് പാറു ആദ്യം അച്ചു അവരുടെ അടുത്തേക്ക് ചെന്നു. അച്ചുവിന്റെ കയ്യും പിടിച്ച് നടന്നു വരുന്ന പാറുവിലായിരുന്നു ശിവയുടെ ശ്രദ്ധ. അവളുടെ പീലിക്കണ്ണുകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിൽ തങ്ങി നിന്നു. പ്രിയയുടെ അടുത്തിരിക്കുന്ന ശിവയിൽ തന്നെയായിരുന്നു പാറുവിന്റെയും ശ്രദ്ധയും. അവനെ കാണുമ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. ചുണ്ടിൽ പുഞ്ചിരി മിന്നിമാഞ്ഞിരുന്നു. പ്രിയയുടെ തോളിൽ കൈയിട്ടിരിക്കുന്ന അവനെ കണ്ടപ്പോ അവളുടെ ഉള്ളിലൊരു നീറ്റലുണ്ടായോ ആവോ. അവനോട് ചേർന്നിരിക്കുന്ന പ്രിയയെ കണ്ടപ്പോ കുശുമ്പ് തോന്നിയില്ലേ? ആ, തോന്നി. ശിവ പാറുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അതിനർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ അവനിരുന്നു. ഒട്ടൻ, നിങ്ങളുടെ കൂടെ രണ്ടാളും കൂടെ ഇല്ലേ? അവരെവിടെ? അജുവിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ശിവ അവളിൽ നിന്ന് നോട്ടം പിൻവലിച്ചത്. അവര് വരുന്നേ ഉള്ളൂ ചേട്ടാ. വിനയം വാരി വിതറിക്കൊണ്ട് ആദ്യം പറഞ്ഞു. അബി അച്ചുവിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്നിട്ട് വല്ല കാര്യമുണ്ടോ? പെണ്ണവനെ ഒന്ന് നോക്കുന്ന പോലും ഇല്ല. അവസാനം സഹിയായിട്ട് അബി അവളെ വിളിക്കാൻ തീരുമാനിച്ചു. അർച്ചന. അച്ചു പെട്ടെന്ന് തന്നെ അവനെ നോക്കി. എന്താ ഏട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വരുമോ? അബി അവന്റെ കൂട്ടുകാരെല്ലാം നോക്കി തംസപ്പ് കാണിച്ചു. അച്ചു പാറുവിനെയും ആദ്യം നോക്കി. അവരും കണ്ണുകൊണ്ട് സമ്മതം അറിയിച്ചു. അബി അച്ചുവിനെയും കൊണ്ട് മാറിയെന്നു. എന്താ ഏട്ടാ, തനിക്ക് എന്റെ പേരറിയാമോ? അഭിജിത്ത് എന്നല്ലേ? ആ, എന്നാ പിന്നെ ഏട്ടാന്ന് വിളിക്കുന്നത് അബിയേട്ടാ എന്ന് വിളിക്കാം. അത് പിന്നെ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്നെ ഒന്ന് വിളിച്ചേ, ഏട്ടൻ കേൾക്കട്ടെ. ദൈവമേ, ഇതെന്തു കുരിശ്. അവൾ അവനെ ഒന്ന് നോക്കി. അഭിയേട്ടൻ. അപ്പൊ ഇനി എന്റെ മോള് നമ്മുടെ കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ വിളിക്കണം കേട്ടോ? ആ. അച്ചു കിളി പോയി അവനെ നോക്കി. അവളുടെ അന്തം വിട്ടുള്ള നിൽപ്പ് കണ്ടപ്പോ അവന് ചിരി വന്നു. അവൻ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയെന്നു. അവൾ ഒരടി പുറകോട്ടും. അച്ചു. ആദ്യമായി അവളെ വിളിച്ചപ്പോ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ചുമൽ പൂച്ചി അവൾ മറുപടി പറഞ്ഞു. എന്നാ കേട്ടോ, ഇനി പറയില്ല, ലാസ്റ്റ് ആണ്. ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് അവൾ നോക്കി. നിന്റെ അഭിയേട്ടന് നിന്നെ വേണം.
എന്റെ നല്ല പാതിയെ, എന്റെ പ്രാണനായി. അമ്മയുടെ അച്ഛന്റെ മൂത്ത മോനാണ്. ഒരനിയത്തിയാണുള്ളത്. ലേശം കുരുത്തം കെട്ടതാണെങ്കിലും പാവമാണ്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ കൊച്ചു കുടുംബത്തിലേക്ക് നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓടുന്നോ എന്റെ കൂടെ, എന്റെ നല്ല പാതിയെ? അച്ചു ആകെ പകച്ച് പണ്ടാരം അടങ്ങി. എന്റെ കൊച്ചിന് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ കിട്ടിയിട്ടില്ല, അതിന്റെ പകപ്പാണ്. ഡോ, ആബി അവളുടെ കവിളി തട്ടി വിളിച്ചു. പെണ്ണപ്പോഴും ഞെട്ടി. താൻ എന്താ മിണ്ടാത്തെ? അത് ഞാൻ തിരക്കില്ല. ആലോചിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് ഉറപ്പുണ്ട് താൻ എന്നെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന്. കാത്തിരിക്കാൻ ഞാൻ. ഐ ലവ് യു. അത്രയും പറഞ്ഞ് അവളുടെ കവിളിലൊന്ന് തലോടി അവൻ നടന്നു നീങ്ങി. പെണ്ണിപ്പോഴും പറന്നുപോയ കിളികളുടെ എണ്ണ എടുക്കുകയാണ്. പാവം. നിറപുഞ്ചിരിയുടെ അഭി വരുന്നത് കണ്ടപ്പോ അവരെല്ലാം കാര്യം ഊഹിച്ചു. പാറുവിനെ ആദ്യം അവിടുന്ന് പറഞ്ഞയച്ചു. രണ്ടുപേരും അച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു. അച്ചു. പാറു അവളെ തട്ടി വിളിച്ചു. എവിടെ? നോ റെസ്പോൺസ്. ആദ്യം അവളെ വിളിച്ചു. അപ്പോഴും അവൾ അവൾക്ക് ചുറ്റും മിന്നിക്കത്തുന്ന മഞ്ഞ ബൾബുകളെ നോക്കി ഇളിക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. ആദ്യം അവളുടെ മുതുകിനിട്ടൊരു കുത്തു കൊടുത്തു. വന്നു വന്നു, പെണ്ണിന്റെ പോയറിലേ വന്നു. ആ, എന്താടാ ശൗമി എന്റെ മുതു? നീ എന്താലോചിച്ച് നിൽക്കുവാ? അഭിയേട്ടൻ. അഭിയേട്ടനോ? അതാരപ്പ? ഒന്ന് തെളിച്ചു പറയുമോ? ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് പാറു അവളോട് ചോദിച്ചു. വള്ളി പുള്ളി വിടാതെ അച്ചു എല്ലാം പറഞ്ഞു കൊടുത്തു. പോയി, അവരുടെ കിളികളും പോയി. അഭിയോ അവന്റെ കൂട്ടുകാരോട് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. അഭിയോ ഓരോന്നും പറയുമ്പോൾ ശിവയുടെ ഉള്ളിൽ പാറു കൂടുതൽ മെഴുവോടെ തിളങ്ങി നിന്നു. ക്ലാസ്സിലേക്ക് നടക്കാൻ ഒരുങ്ങിയ പാറു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശിവയുടെ കണ്ണുകളുമായി ഉടക്കി. ഒരു പിടച്ചിലൂടെ നോട്ടം മാറ്റി തിരിഞ്ഞു നടക്കുമ്പോൾ രണ്ടു പേരിലും ഒരു നറുപുഞ്ചിരി വിരിഞ്ഞിരുന്നു. ക്ലാസ്സിൽ ഇരുന്നിട്ടും അച്ചുവിന്റെ മനസ്സ് മുഴുവൻ അഭിയുടെ കൂടെയായിരുന്നു. എന്തോ അവൾക്കൊരു സന്തോഷം തോന്നി. പെണ്ണ് ഇത്ര പെട്ടെന്ന് വളഞ്ഞു. അച്ചുവിന്റെ മുഖത്തെ ഭാവം നോക്കുകയായിരുന്നു ബാക്കി മൂന്നെണ്ണം. പതിവില്ലാതെ അവളുടെ മുഖത്ത് വിരിയുന്ന ചിരിയും നാണവും ഒക്കെ കണ്ട് കൂടുതൽ അന്തം വിട്ടത് ആദ്യം പാറുവാണ്. എന്തെന്നല്ലേ, ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചിട്ട് ഇവൾക്ക് നാണം എന്നൊരു വികാരം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഇപ്പോഴാണ്. കൂട്ടത്തിലെ പിടക്കോഴി ആയതുകൊണ്ട് അപാര തൊലിക്കട്ടിയാണ്. പാറു അവളെ ഒന്ന് തോണ്ടി. എവിടെ? കൊച്ചു വല്ലതും അറിയുന്നുണ്ടോ? അവളിപ്പോഴും സ്വപ്നലോകത്താണ്. പിന്നെ ഒന്നും നോക്കില്ല, അവളുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. ആ, എന്താടി പൂതനെ? സൗണ്ട് കൂടിയത് മനസ്സിലായത് സാറ് ഗെറ്റ് ഔട്ട് അടിച്ചപ്പോഴാണ്. യു 5 ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഓഹ്, അതൊരു അലർച്ചയായിരുന്നു. കേട്ടതും പാറുവും പിള്ളേരും ക്ലാസ്സിൽ നിന്നിറങ്ങി ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ പോയി അവിടെ സ്പെഷ്യലും പറഞ്ഞ് അവിടെ ഒരു മൂലയിൽ പോയിരുന്നു. അച്ചുവിനെ നോക്കാനും തുടങ്ങി. അച്ചു, അച്ചുവേ, പാറുവാണ് വിളിച്ചത്. എന്താടി? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ, നിനക്ക് എന്താ പറ്റിയേ? എനിക്കോ? എനിക്കെന്ത് പറ്റാൻ? കള്ളം പറയുന്നോടി മാറുത്. അവളുടെ ഒറ്റയ്ക്കുള്ള കിണിയും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നാണോ ആരും കാണുന്നില്ല എന്ന് കരുതിയോ? പറയുന്നുണ്ടോ കുരുട്ടേ നീ? ആദ്യമായിരുന്നു. അച്ചു അവനെ തന്നെ നോക്കി. അവന്റെ അതേ ചോദ്യമായിരുന്നു മറ്റുള്ളവരുടെ മുഖത്തും. ആദ്യയോടും പാറുവിനോടും പിന്നെ അഭി പ്രപ്പോസ് ചെയ്ത് പറഞ്ഞിരുന്നത് കൊണ്ട് അവര് ഞെട്ടിയില്ല. പക്ഷെ നമ്മുടെ ദീപവും നിമ്മിയും ഞെട്ടി. ബാക്കി കൂടെ കേട്ടപ്പോ പറന്നുപോയ കിളികളുടെ കൂട്ടത്തിൽ പാറുവിന്റെ ആദിയുടെയും ഉണ്ട്. എന്താണെന്നല്ലേ കൊച്ചിന് അഭിയോടും പ്രേമം. ഇന്നും വൈകുന്നേരം പറയാണ് പോലും. പാറു, എന്താടാ? എന്നെ ഒന്ന് നുള്ളിക്കേ. കേട്ട പാതി പാറു നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തു. ആ, പറിച്ചെടുക്കോ? നുള്ളാൻ പറഞ്ഞപ്പോ ഓടി പിശാചേ. വീണ്ടും അച്ചുവിന്റെ നേരെ തിരിഞ്ഞു. അച്ചു, നീ പറഞ്ഞ സത്യാണോ? എന്ത്? അഭിയേട്ടനെ? സത്യം. പരമാർത്ഥം? ആ പെണ്ണെ എനിക്കിഷ്ടവാ ഒരുപാട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവരുടെ കുടുംബത്തിലേക്ക് അഭിയേട്ടന്റെ നല്ല പാതയെ നല്ലൊരു മരുമകളായി എനിക്ക് പോണം. മുഖത്ത് നാണം വാരി വിതറി അവളത് പറഞ്ഞപ്പോ പകച്ച് പണ്ടാരടങ്ങാനേ പിള്ളേർക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ ഒരു പൊട്ടിച്ചിരിയായി അവളെ കളിയാക്കാൻ തുടങ്ങി. ഇതിനിടെ പാറുവിനെ തന്നെ നോക്കിയിരിക്കുന്ന രണ്ട് കണ്ണുകളെ അവരാരും കണ്ടില്ല. ക്ലാസ് കഴിഞ്ഞ് പോവാൻ നിൽക്കുമ്പോഴായിരുന്നു അവരുടെ നേർക്ക് ശിവയും കൂട്ടുകാരും വരുന്നത് കണ്ടത്. അഭിയെ കണ്ടപ്പോ തന്നെ അച്ചു വെളിച്ചപ്പാടിന് കൂട്ട് തുള്ളാൻ തുടങ്ങി. പേടിച്ചിട്ടാണോ എന്തോ അവര് വന്ന് പാറുവിന്റെ കൂട്ടുകാരുടെ മുന്നിൽ നിന്നു. പ്രധാന ഉദ്ദേശം അച്ചുവാണ്. പാറുവിന്റെ മുന്നിൽ നിന്നത് ശിവയായിരുന്നു. ശിവയെ കണ്ടപ്പോ തന്നെ പാറുവിന്റെ കണ്ണുകൾ വിടർന്നു. അവളുടെ മനസ്സിൽ കാലിതുള്ളി നിൽക്കുന്ന അവന്റെ രൂപം തെളിഞ്ഞു വന്നു. അവന്റെ കലിപ്പാണല്ലോ കൊച്ചിനെ ആകർഷിച്ചത്. ശിവയുടെ കണ്ണുകൾ പാറുവിന്റെ പീലി കണ്ണുകളിലായിരുന്നു. അവളുടെ മൂക്കുത്തിയുടെ തിളക്കം അവളുടെ കണ്ണിലും ഉണ്ടെന്ന് അവന് തോന്നി. ഒരു വേള അവളുടെ കണ്ണുകളുമായി ഉടക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന വികാരത്തിൽ അവൻ ലയിച്ചുപോയി. എത്ര നേരം രണ്ടുപേരും പരസ്പരം കണ്ണി നോക്കി നിന്നെന്നറിയില്ല. ശ്വേത അവന്റെ തോളിൽ തട്ടിയപ്പോഴാണ് അവൻ നോട്ടം പിൻവലിച്ചത്. ശ്വേതയെ നോക്കിയപ്പോൾ അവൾ എന്താണെന്ന ഭാവത്തോടെ പുരികം പൊക്കി. ശിവയാണ് നല്ല വെടുപ്പായിട്ട് ചിരിച്ചു കാണിച്ചു. നമുക്കതല്ലേ അറിയൂ സേട്ടാ. അർച്ചന, ശിവ വിളിച്ചപ്പോ അച്ഛൻ ഞെട്ടി അഭിയിൽ നിന്ന് നോട്ടം മാറ്റി. അവൾ ശിവയെ നോക്കി. അഭി രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലേ, അതിന്റെ തീരുമാനം അറിയാൻ വന്നതാണ് ഞങ്ങൾ. ആവശ്യത്തിൽ അധികം ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അവനത് പറയുമ്പോ പാറുവിന് ചിരിയാണ് വന്നത്. പെണ്ണ് ചോദിച്ചു മേടിക്കും. അച്ചു അവരെ എല്ലാവരെയും നോക്കി. അവളുടെ നോട്ടം ചെന്ന് നിന്നത് അഭിയിലാണ്. അഭി അവളെയും കൊണ്ട് മാറി നിന്നു.
അവർ പോയപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്ന പാറുവിനെ ചൊറിയാൻ തോന്നി ശിവയ്ക്ക്. സ്വാഭാവികം. ഡി പീലിക്കണ്ണി, അവളെ വിളിച്ചു. പാറു ഞെട്ടി അവനെ നോക്കി. കാരണം അവളെ അങ്ങനെ വിളിക്കുന്ന അവളുടെ ഏട്ടൻ മാത്രമായിരുന്നു. ഡി കുരുപ്പേ, അവൻ വീണ്ടും വിളിച്ചു. എന്താടോ? പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾ എന്താ വിളിച്ചതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ അവന്റെ മുഖത്തേക്കൊന്ന് ഒളി കണ്ടിട്ട് നോക്കി. കലിപ്പാണ് കുറച്ച്. ഡോ എന്നോ? അത് ചേട്ടാ, ആവേശത്തിന്റെ പുറത്ത്. ആഹാ, ആവേശം കൂടിയ മോള് ഡോ എന്നൊക്കെയാണോ വിളിക്കുന്നത്? അറിയാതെ പറഞ്ഞു പോയതാണ് ഏട്ടാ. തന്റെ കൂട്ടുകാരിക്ക് ഞങ്ങളുടെ പയ്യനെ ഇഷ്ടാണോ? അറിയില്ല. അതെന്താ, നിങ്ങളോട് പറഞ്ഞില്ലേ? ഇല്ല. അതെന്താ പറയാഞ്ഞേ? അറിയില്ല. അതെന്താടി നിനക്ക് അറിയാത്തെ? പാറുവിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. പാറുവിന് മാത്രമോ, ആദിയുടെയും നിമ്മിയുടെയും ദീപുവിന്റെയും ഒക്കെ അവസ്ഥ ഇത് തന്നെ. ശിവയുടെ കൂട്ടുകാരാണ് ഇവൻ. ഇതെന്താ പറ്റി എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ചേടാ, തനിക്കിത് എന്താ വേണ്ടേ? എന്താടി, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ടോണൊക്കെ മാറുന്നു. ചെക്കൻ വീണ്ടും വീണ്ടും ചൊറിഞ്ഞോണ്ടിരിക്കുക. മേടിച്ചോണ്ടേ പോവും രണ്ടിലൊരാൾ. എന്താ ചേട്ടാ ചുമ്മാ എങ്ങോട്ട് വന്ന് ചൂടാവുന്നു? അതൊക്കെ പോട്ടെ, നിന്റെ കൂട്ടുകാരി അവനോട് ഇഷ്ടമാണെന്നേ പറയോ, കേട്ടല്ലോ. ഇതെന്ത് കഷ്ടവാ? അത് അവളുടെ ഇഷ്ടമല്ലേ, അവളല്ലേ തീരുമാനിക്കേണ്ടത്. അവളുടെ തീരുമാനം അതായിരിക്കണം. ഇവൻ ഇത് എന്തിന്റെ കേടാ എന്നാണ് എല്ലാവരും നോക്കുന്നത്. മിണ്ടാതെ നിന്ന കൊച്ചിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് അതിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഇവൻ ഇത് ഏതു തരം വട്ടാവോ? ആദ്യം ദീപു മുഖത്തോട് മുഖം നോക്കി. അവരുടെ മുഖത്തുണ്ടായിരുന്ന ചോദ്യമായിരുന്നു അത്. അതേസമയം അബിയുടെ മുന്നിലായ അച്ചു തല കുനിച്ച് നിൽക്കുന്നുണ്ട്. അബി അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അച്ചു. തന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്ന അച്ചുവിനെ അബി വിളിച്ചു. തല ഉയർത്താതെ അച്ചു മൂളി. ഈ ജന്മം അവൾ തല ഉയർത്തില്ല എന്ന് മനസ്സിലായ അബി അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയെന്ന് അവളുടെ താടിത്തുമ്പ് പിടിച്ച് മുഖം ഉയർത്തി. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഞാൻ പറഞ്ഞത് നടപടിയാവുമോ? അച്ചു ഒന്നും മിണ്ടിയില്ല. പറയടോ, പോരുന്നു എന്റെ കൂടെ? അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ മൂളിയപ്പോൾ അവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. അബി അവളെ തന്നെ നോക്കി നിന്ന്. ഞാനും ഉണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൊച്ചു സ്വർഗത്തിലേക്ക്. എന്റെ അബിയേട്ടന്റെ നല്ല പാതിയെ, നല്ല മരുമകളായി, നല്ലൊരു ഏട്ടത്തിയെ ഞാനും ഉണ്ട്. എന്നിലെ ജീവന്റെ തുടുപ്പ് അവസാനിക്കുന്നവരെ കൂടെ ഉണ്ടാവും, കൈവിടില്ല. അവന്റെ മുഖത്ത് നോക്കി അവളത് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകളും അവനെ വലയം ചെയ്തു. ഈ സമയം അച്ചുവിനെ അഭിയം കാത്തു നിൽക്കുകയാണ് രണ്ട് ടീമും. എന്റെ നന്ദു, നീ എന്തിനാ പാറുവിനെ ഇടയ്ക്കിടെ ചൊറിയുന്നേ? ഒരു രസം. ഇത് വല്ലാത്ത രസമാണല്ലോ മോനെ. ശിവ ഒന്ന് വിളിച്ചു കാണിച്ചു. എന്താ മോനെ, ഇനി ഇവളാണോ നിന്റെ പാർവതി ദേവി? ശ്വേതയുടെ ചോദ്യത്തിന് ശിവയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളെ കാണുമ്പോഴെല്ലാം അവന്റെ മനസ്സ് പറയാതെ പറയുന്നത് ഇത് തന്നെയല്ലേ എന്നവൻ ചിന്തിച്ചു. ശ്വേതയുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ പാറുവിനെ നോക്കി. പാറു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ ഉടക്കിയപ്പോൾ അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന വികാരം പ്രണയമാണെന്ന് തിരിച്ചറിയാതെ അവർ അങ്ങനെ തന്നെ നിന്നു. അബിയുടെ കയ്യം പിടിച്ചു വരുന്ന അച്ചുവിനെ കണ്ട് ദീപു വിളിച്ചപ്പോഴാണ് പാറു അവനിൽ നിന്നും കണ്ണെടുത്തത്. അബിയുടെ നിറഞ്ഞ സന്തോഷവും അച്ചുവിന്റെ മുഖത്തെ ചിരി അവർക്കുള്ള ഉത്തരമായിരുന്നു. പാറുവിനും കൂട്ടുകാർക്കും ഇത് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കാഴ്ച കൂടുതൽ സന്തോഷിപ്പിച്ചത് ശിവയും കൂട്ടുകാരെയുമാണ്. അബിയെ അച്ചുവിനെ നോക്കി നിൽക്കുമ്പോഴും ശിവയുടെ കണ്ണുകൾ അവൻ അറിയാതെ തന്നെ പാറുവിനെ തേടിപ്പോയിരുന്നു. അവൻ നോക്കുമ്പോഴെല്ലാം പാറുവിന്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു. എന്തുകൊണ്ടോ അവനിൽ നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് തോന്നിയിരുന്നില്ല. അവനെന്ന ശിവനെ അവളെ പാർവതി മനസ്സാ വരിച്ചു കഴിഞ്ഞിരുന്നു. പാറു ശിവയുടെ കണ്ണിൽ ലയിച്ചു നിൽക്കുമ്പോൾ ആരും അറിയാതെ പാറുവിനെ മതിമറന്ന് നോക്കുന്ന ആ കണ്ണുകളെ അപ്പോഴും ആരും കണ്ടില്ല, ശിവയും അവരുടെ കൂട്ടുകാരും. അബിയുടെയും അച്ചുവിന്റെയും പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പാറുവിനെ കാണുമ്പോഴെല്ലാം പതിവ് പോലെ ശിവ ചൊറിഞ്ഞോണ്ട് വരുമെങ്കിലും അവന്റെ ഉള്ളിലും പാറു സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. അവൻ പോലും അറിയാതെ അവന്റെ ഉള്ളിൽ പ്രണയം മുട്ടിട്ടു തുടങ്ങിയിരുന്നു. പാറുവും കൂട്ടരും കത്തിവെച്ചിരിക്കുമ്പോഴായിരുന്നു ശിവയും കൂട്ടുകാരും വരുന്നത്. അബി പിന്നെ ആദ്യമേ അച്ചുവിന്റെ അടുത്ത് സ്ഥലം പിടിച്ചു. ശിവ ഇരുന്നത് പാറുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പാറു ആണ് ആദ്യയുടെയും ദീപുവിന്റെയും നടുവിലും. എന്തോ അത് കണ്ടിട്ട് ശിവയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ കുശമ്പ് തോന്നിയില്ലേ എന്ന് സംശയമില്ലാതില്ല. പക്ഷെ അതൊന്നും പുറത്തു കാണിക്കാതെ ഇരുന്നു. എന്താണ്, നല്ല ചർച്ചയാണല്ലോ. എന്താണ് ഇന്നത്തെ വിഷയം? പ്രിയയാണ് ചോദിച്ചത്. ചോദ്യം എല്ലാവരോടും ആണെങ്കിലും കണ്ണ് പാറുവിന്റെ മേലെയാണ്. നാത്തൂനല്ലേ? ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കുവായിരുന്നു. ആ അല്ല പാറു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രിയയെ ഏറെ കണ്ടിട്ട് നോക്കിക്കൊണ്ട് അഭി ചോദിച്ചു. പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി. ചെറ്റ. എന്റെ വീട്ടിൽ അച്ഛയും അമ്മയും ഏട്ടനും ഞാനും. ഏട്ടനുണ്ടോ? ഉണ്ട്. എന്താ ഏട്ടന്റെ പേര്? ശ്രീജിത്ത്. എന്റെ ജിത്തേട്ടൻ. പക്ഷെ ചേട്ടാ, അവൾ മാത്രമേ ജിത്തേട്ട എന്ന് വിളിക്കും. വേറെ ആരും അങ്ങനെ വിളിക്കുന്നത് അവൾക്കോ ഏട്ടനോ ഇഷ്ടമല്ല. ആദ്യം എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും അതെന്താണെന്ന ഭാവത്തോടെ പാറുവിനെ നോക്കി. അപ്പൊ നിങ്ങളൊക്കെ എന്താ വിളിക്കുന്നേ? ശിവ അവരോട് ചോദിച്ചു. ശ്രീയേട്ടൻ. ആഹാ, അതെന്താ പാറുവേ അങ്ങനെ? അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അല്ല പെണ്ണെ, അപ്പൊ ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ നിന്റെ ഏട്ടത്തി ജിത്തേട്ട എന്ന് വിളിച്ചാലോ?
പ്രിയയ്ക്ക് അടുത്ത കൊട്ടുകൊടുത്തുകൊണ്ട് അജു ചോദിച്ചു. വിളിക്കില്ല, എനിക്ക് ഉറപ്പാണ്. അതെന്താ? എനിക്കിഷ്ടപ്പെട്ട ഞാൻ പറയുന്ന ആളെ മാത്രമേ എന്റെ ഏട്ടൻ കല്യാണം കഴിക്കൂ. എന്നെയും എന്റെ ഏട്ടനെയും മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ കണ്ടെത്തും. ആഹാ, എന്നാ ഞാൻ ഒരാളെ പറയട്ടെ. ആരാ അജു ഏട്ടാ? ഈ പ്രിയയെ നോക്കിക്കോ. അവൾ പ്രിയയെ നോക്കിയതും അവൾ കിളി പോയതുപോലെ ഇരിക്കുവാണ്. എല്ലാവരും അജുവിനെ തന്നെ നോക്കിയിരുന്നു. പാറുവും കൂട്ടരും പ്രിയയും അജുവിനെയും മാറി മാറി നോക്കി. ഇതിപ്പോ എന്താ കഥ? പാറു, നീ കാര്യാക്കണ്ട, അവൻ ചുമ്മാ പറഞ്ഞതാ. പ്രിയ പെട്ടെന്ന് തന്നെ പറഞ്ഞു. സാരമില്ല ചേച്ചി, എനിക്ക് ചേച്ചീനെ ഇഷ്ടമാണ്, വേണേ നമുക്ക് നോക്കാം. ഇപ്പൊ കിളി പോയത് ബാക്കിയുള്ളവരുടെയാണ്. പാറു എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് അച്ചു അടുത്ത പടക്കം പൊട്ടിച്ചത്. അപ്പൊ പ്രിയേച്ചിയും നന്ദുവേട്ടനും ഇഷ്ടത്തിലല്ലേ? അത് കേട്ടതും എല്ലാവരും കുടിച്ചോണ്ടിരുന്ന വെള്ളം തരിപ്പിപ്പോയി. അത്രയും നേരം പ്രസന്നമായിരുന്ന പാറുവിന്റെ മുഖം മങ്ങുന്നത് അജുവും ശ്വേതയും ശ്രദ്ധിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ശിവയും പ്രിയയും ആണ് ഇവളിത് എന്ത് തേങ്ങയാടാ പറയുന്നത് എന്ന ഭാവത്തിൽ അഭിയെ നോക്കുന്നു. നീ എന്താ അച്ചു അങ്ങനെ ചോദിച്ചേ? അഭി അവളോട് ചോദിച്ചു. എനിക്കങ്ങനെ തോന്നിയിരുന്നു, അതാ. എന്റെ പൊന്നച്ചു, ഈ തൃക്കണ്ണ് തുറക്കുന്ന ശിവനെ മെരുക്ക് അവന്റെ പാർവതി തന്നെ വരണം, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പ്രിയയുടെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു. അപ്പൊ സെറ്റല്ലേ? അച്ചു വീണ്ടും. അല്ലടി പൊട്ടി, സോറി, ഞാൻ അറിയാതെ. സാരമില്ല പെണ്ണെ, സംശയം തീർന്നില്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പാറുവിന്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി മിന്നിമാഞ്ഞു. വീണ്ടും അവർ സംസാരിച്ചിരുന്നു. ഡാ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ആ, ഞാൻ വരണോ പാറു? വേണ്ട പെണ്ണെ, ഞാൻ പെട്ടെന്ന് വരാം. പാറു അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അവൾ പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് ശിവ വീണ്ടും സംസാരത്തിലേക്ക് തിരിഞ്ഞു. നന്ദുവേട്ടാ, എന്താ നിമ്മി? ഏട്ടൻ എന്താ ആരെയും പ്രണയിക്കാതിരിക്കുന്നേ? അതെന്താടും അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ. അവൻ അവന്റെ പാർവതി ദേവിയെ കാത്തിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. അഭിയാണ് മറുപടി പറഞ്ഞത്. എന്നാ ഞങ്ങളുടെ പാർവിനെ നോക്കിക്കോ, നല്ല ചേർച്ചയാവും. എല്ലാവരും അത് പറഞ്ഞു ചിരിച്ചു. ശിവയും ആ ചിരി പങ്കുചേർന്നു. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ? അച്ചു എല്ലാവരോടും ചോദിച്ചു. പിന്നെ നീ പറഞ്ഞ കോമഡി കേട്ടാ ചിരിക്കൂലേ? അഭി പറഞ്ഞു. കോമഡി അല്ല അഭിയേട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. നന്ദേട്ടൻ തൃക്കണ്ണ് തുറക്കുന്ന ശിവനാണെങ്കിൽ ഞങ്ങളുടെ പാറു ദേഷ്യം വന്ന ഭദ്രകാളി ദേവിയാണ്. അത്ര ദേഷ്യമാണ് അവൾക്ക്, ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം. നീ പോടി, കള്ളം പറയാതെ. അഭി വീണ്ടും കളിയാക്കി. കള്ളമല്ല, പാറുവും നന്ദേട്ടനും ശിവനും പാർവതിയും പോലെയാണ്. എനിക്ക് ഉറപ്പുണ്ട്. നന്ദേട്ടന്റെ പാർവതി ഞങ്ങളുടെ പാറു തന്നെയാവും, അല്ലേ? നോക്കിക്കോ. പോടി. ആരും അത് കാര്യമാക്കാതെ വീണ്ടും സംസാരത്തിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഓടി വന്നത്. അർച്ചന. ആ കുട്ടിയുടെ ശബ്ദം കേട്ട് എല്ലാവരും സംസാരം നിർത്തി അങ്ങോട്ടേക്ക് നോക്കി. എന്താ അനക്ക? അച്ചു ചോദിച്ചു. എല്ലാവരുടെയും മുഖത്ത് ആ ചോദ്യം ഉണ്ടായിരുന്നു. അത് അവിടെ പാർവതി. അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ അത്രയും നേരം ചിരിച്ചു നിന്നിരുന്ന ആദിയുടെയും ദീപുവിന്റെയും നിമ്മിയുടെയും അച്ചുവിന്റെയും മുഖം മാറി. അവരുടെ മുഖത്ത് പേടി നിറഞ്ഞു. ശിവയുടെയും കൂട്ടുകാരുടെയും മുഖഭാവം മാറിയിരുന്നു. എന്താ പാറുവിന് എന്താ? ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദ്യ ചോദിച്ചു. അവിടെ നിങ്ങൾ പെട്ടെന്ന് വാ. അത്രയും പറഞ്ഞ് അനഘ ഓടിയപ്പോ ഒന്നും നോക്കാതെ അവരും അവരുടെ പുറകെ ഓടി. ശിവയും കൂട്ടുകാരും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. സ്റ്റാഫ് റൂമിൽ നിന്ന് കുറച്ച് മാറി കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്നിടത്താണ് അനഘ പോയി നിന്നത്. അച്ചുവും കൂട്ടരും അങ്ങോട്ട് ചെന്നു. ചുറ്റും നോക്കി. എല്ലാവരുടെ മുഖത്തും ഒരു പ്രത്യേക ഭാവമായിരുന്നു. ശിവയും അത് ശ്രദ്ധിച്ചു. ശിവയും കൂട്ടുകാരെയും കണ്ടപ്പോ കുട്ടികൾ അവർക്ക് മാറിക്കൊടുത്തു. കുട്ടികൾ മാറിക്കൊടുത്ത ഭാഗത്തൂടെ മുന്നിലെത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് അച്ചുവിന്റെ കൈകൾ ആദിയുടെ കൈകളിൽ പിടിമുറുക്കി. ശിവയും കൂട്ടുകാരും തറഞ്ഞു നിന്നു. ദീപുവിന്റെയും നിമ്മിയുടെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ പിടിച്ച് രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന പാറുവിനെയാണ് അവർ കണ്ടത്. പെൺകുട്ടിയുടെ മുഖം അവർ കണ്ടില്ല. അവളെ നോക്കുന്ന പാറുവിന്റെ കണ്ണുകളിലെ ദേഷ്യത്തിന്റെ തീവ്രത കൂടി വരുന്നത് പോലെ ശിവയ്ക്ക് തോന്നി. കുറച്ചു മുമ്പ് അച്ചു പറഞ്ഞ ഭദ്രകാളി രൂപമാണ് ഇപ്പൊ പാറുവിനെന്ന് അവന് തോന്നി. അത്രയേറെ കാലി പൂണ്ടു നിൽക്കുകയായിരുന്നു അവൾ. ആരാലും തടയാൻ കഴിയാത്ത ഭാവം. രൗദ്രഭാവത്തിൽ നിൽക്കുന്ന പാറുവിനെ അപ്പോൾ തന്നെ ശിവൻ അവന്റെ പാർവതിയായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു. പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം അച്ചുവും ആദ്യം കണ്ടു. ഒരു നിമിഷം അവർ പകച്ചുപോയി. അവർ അറിയാതെ തന്നെ രണ്ടുപേരുടെയും ചുണ്ടുകൾ മൊഴിഞ്ഞു. ജീന.